മഴ കനത്തതോടെ അതീവ ആശങ്കയിലാണ് കണ്ണൂർ കിളിയന്തറ പഞ്ചായത്തിൽ താമസിക്കുന്ന 15ഓളം കുടുംബങ്ങൾ. വീടുകൾക്കിടയിൽ നിർമ്മിച്ച ഭിത്തിയിൽ വിള്ളലുകൾ വന്നതാണ് ആശങ്കയ്ക്ക് കാരണം. 2018 പ്രളയബാധിതരെ പുനരധിവസിപ്പിക്കാൻ സർക്കാരും ഹിന്ദുസ്ഥാൻ യൂണിലിവറും ചേർന്ന് നിർമ്മിച്ച വീടുകൾക്കാണ് ഇപ്പോൾ സുരക്ഷാ ഭീഷണിയുള്ളത്. ഇത് ഇരിട്ടി വിളമന വില്ലേജിലെ പായം പഞ്ചായത്തിൽപ്പെടുന്ന 5 ഏക്കർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ 2018 പ്രളയത്തിൽ ദുരിതം അനുഭവിച്ചവരെ മാറ്റി പാർപ്പിച്ച ഒരു സ്ഥലമാണ്. 15 കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇത്രയും കാലം ഇവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ കടുത്ത മഴയും അതോടൊപ്പം തന്നെ പ്രളയസമാനമായ അന്തരീക്ഷമെല്ലാം കൊണ്ട് തന്നെ ഇവർ വലിയ ആശങ്കയിലാണ്. ഇവർക്ക് നൽകിയ വീടിന്റെ ഈ ഭിത്തി തകരാൻ വേണ്ടി പോകുന്നു എന്നാണ് കാണുന്നത്. എന്താണ് നിങ്ങളിപ്പോൾ ഭയപ്പെടുന്ന കാര്യം? നമുക്ക് ഭയപ്പെടുന്ന കാര്യം പ്രധാനമായിട്ട് ഈ ഭിത്തി പുറകോട്ട് തള്ളിയിട്ടാ ഉള്ളത്. പക്ഷേങ്കിൽ അവർ വരുന്നവർ മുഴുവൻ പറയുന്നത് ആര് വന്നു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമല്ല, അത് താന്ന് ഇച്ചിരി മണ്ണിരുന്നതേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ പേടിയുണ്ട്. എല്ലാ വീടിനും വിള്ളലാവുള്ളത്. ഇവിടെ നമ്മൾ വന്നിട്ട് ഈ 2 വർഷം താമസിച്ചിട്ട് ഒരു വിള്ളലോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അങ്ങനെ ഉള്ളത്. പക്ഷെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ വീടാണ്, അതിനൊരു കോട്ടും പറ്റൂല എന്ന് ഇവര് ഏത് ഉരുളുപൊട്ടലോ ഭൂമിയിൽക്കോ വന്നാലും വീടൊന്നും പറ്റൂല എന്നുള്ളതാ പറയുന്നത്. പക്ഷെ ഇപ്പൊ ഈ കാണുന്ന കാഴ്ച നിങ്ങളും കൂടെ കാണുന്നതാണല്ലോ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ആശങ്കയുണ്ട്. ഈ കെട്ട് മറിഞ്ഞ് വീട് കഴിഞ്ഞാൽ താഴെ 5 വീടാ ഉള്ളത്. ഇവിടുന്ന് നോക്കുമ്പോഴും കാണുന്നുണ്ട് ആ ഒരു ഭിത്തിയുടെ മോൾ. ഇതിന്റെ മോൾ ഭാഗം തെന്നിമാറി മുന്നോട്ട് മാറിയിട്ടുണ്ട്. എല്ലാവരും കണ്ടുപോകുമ്പോൾ ഇങ്ങനെ പറയും നമ്മളെ സുരക്ഷിത സ്ഥലത്തോട്ട് മാറ്റി എന്നുള്ളത്. ഞങ്ങളൊരു സ്ഥലത്തും സുരക്ഷിതരല്ല. സുരക്ഷിത സ്ഥലത്തോട്ട് നമ്മളെ മാറ്റിയിട്ടില്ല. അവരിപ്പം ചാനലിലും ന്യൂസിലും കൊടുക്കുമ്പോൾ പറയും നമ്മളെ സുരക്ഷിത സ്ഥലത്തോട്ട് മാറ്റിയത്. ഞങ്ങളെല്ലാം പേടിച്ചിട്ട് എല്ലാ ആൾക്കാരും ഒരു വീട്ടിൽ ഇത്ര താമസിക്കുക. താഴെയുള്ളവരെല്ലാവരും കൂടെ വന്നിട്ട് പേടിച്ചിട്ട് ഈ മുകളിൽ ഒരു വീട്ടിൽ താമസിക്കുക. വീടിന് പ്രശ്നമുണ്ടോ? വീടിന് പ്രശ്നമില്ല. പക്ഷേ ഈ വിള്ളൽ വരുമ്പോൾ വീടിന് പ്രശ്നം വരും. അതാണ് അവർ പറയുന്ന മെയിൻ കാരണം. ഈ ഭൂമി താന്നു പോയാലും വീടിന് ഒരു പ്രശ്നം വരില്ല. ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ കെട്ടും ഉറപ്പും അത്രയും കെട്ടുറപ്പുണ്ടെന്നാണ് പറയുന്നത്. കമ്പനീന്റെ അവരെ വിളിച്ചിട്ടുണ്ട്. കമ്പനിക്കാരെ എഞ്ചിനീയർമാരെ വിളിച്ചിട്ട് അവർ വന്നതിന് ശേഷം അവർ നോക്കിയതിന് ശേഷം ജിയോളജിന്റെ അവരെ വിളിച്ചിട്ടുണ്ട്. അവർ വന്നതിന് ശേഷം എല്ലാ ഉറപ്പുകളും നമുക്ക് തരുന്ന പറഞ്ഞാൽ മണ്ണ് പരിശോധന കഴിഞ്ഞതിന് ശേഷം എല്ലാ ഉറപ്പുകളും തരും. പിന്നെ ഇത് സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത് അതൊന്നും ഞങ്ങൾ സമ്മതിക്കൂല. എന്താ വെച്ചാൽ ഒരു ദുരിതത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അടുത്ത സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ആ സപ്പോർട്ട് കൊടുത്ത് നിർത്തലോ വേറെയുള്ള കാര്യങ്ങളൊന്നും ഇതിന് നല്ല വ്യക്തമായ തീരുമാനങ്ങൾ എടുത്തു. അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു വണ്ടി കയറി വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പണിയാൻ ഒരു വണ്ടി കയറി വരാൻ ഞങ്ങൾ സമ്മതിക്കൂല. ഈ ഭിത്തി പണിയുമ്പോൾ ചേച്ചി കണ്ടിരുന്നു ഇത് കമ്പിയൊക്കെ കമ്പി എല്ലാം നല്ല ഉറപ്പില്ല. ഈ പണിയെടുത്തതിന് ഒരു ഞങ്ങൾ ഓരോ തവണ ഇതിന്റെ പണി നടക്കുന്ന സമയത്ത് ഞങ്ങൾ വന്ന് കണ്ടോണ്ടിരുന്നത്. ഞങ്ങൾ 5 വീട്ടുകാർ കൂട്ടുകാർ പുറമ്പോക്ക് താമസിക്കുന്ന 5 വീട്ടുകാർ ഞങ്ങളെ വലിയ സ്വപ്നമായിരുന്നു വീട് കിട്ടിയിട്ട് ഇങ്ങോട്ട് വരണതില്ല. ഓരോ തവണ ഈ പണി നടക്കും ഞങ്ങൾ. പക്ഷെ നമ്മളോട് ചോദിക്കാതെ സ്ഥലം എടുത്തതിനകത്ത് നമുക്ക് ഇതുണ്ട്. എന്ന് വെച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങളെ മുൻനിർത്തി അവർ പൈസ കാര്യങ്ങൾ അത് ഇതെല്ലാം പ്രളയത്തിൽപ്പെട്ടവരാ ദുരിതത്തിൽപ്പെട്ടവരാന്ന് പറഞ്ഞ് മേടിച്ചായിരുന്നു. പക്ഷേ ഈ സ്ഥലം മേടിക്കുമ്പോൾ ഞങ്ങളെല്ലാം ഇവിടെ താമസിക്കാൻ വരുന്നത്. ഈ സ്ഥലം മേടിക്കുമ്പോൾ നമ്മൾ വന്നൊന്ന് കാണിക്കുമോ? ഇത് വലിയ ചെരിവും ഉറപ്പില്ലാത്ത മണ്ണുമായി പോയിരുന്നു എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ നമ്മളെ പേരിൽ കിട്ടിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഞങ്ങൾ തന്നെ നിൽക്കുമ്പോൾ ഓരോ ആൾക്കാർ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് കൊടുക്കുന്നത് നമുക്കും അറിയാം പൈസ കിട്ടിയിട്ടുണ്ട്. ആർക്ക് കൊടുത്തെന്ന് നമുക്കറിയില്ല. എന്താ വെച്ചാൽ ഈ സ്ഥലം മേടിക്കുമ്പോൾ ഞങ്ങളാണ് ഈ 15 വീട്ടുകാർ ഇവിടെ താമസിക്കേണ്ടത്. നമുക്ക് ഈ താമസിക്കുന്ന സ്ഥലം നിങ്ങളൊന്ന് വന്ന് കാണുന്നുള്ളത് നമ്മളോട് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. പേടിയല്ലെന്ന് ഇന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മള് അലക്കി മെഷീൻ എടുത്തിട്ട് മുൻവശം കൊണ്ടിട്ടിട്ടുണ്ട്. എന്നാലും അതിന്റെ മുകളിൽ പ്ലാസ്റ്റിക്കിന്റെ മുകളിൽ പൂച്ച കയറി. അപ്പൊ നമ്മളോർത്ത് ഇവരെല്ലാം പറഞ്ഞു ഈ വീട് ഈ കെട്ടിടിയുമ്പോൾ ഈ വീടിന്റെ മുകളിലിടിയുമ്പോൾ താഴത്തെ 4 വീടും പോകുന്നു. നമ്മൾ എണീച്ച് ഓടി സാറേ. എന്താന്ന് പറഞ്ഞാലേ ഇതെന്താ നമ്മൾ ജീവനുണ്ടെങ്കിൽ പുല്ല് പറിച്ച് തന്ന ഒരു പയഞ്ചലില്ല. അതെങ്ങനെ ജയിലും ഉരുള് പൊട്ടിയിട്ട് ഞങ്ങൾ മരിച്ചില്ലെങ്കിൽ ജയിൽ പൊട്ടിയിട്ടാണ് ഞങ്ങൾ മരിക്കേണ്ടത് സാറേ. എടുത്ത സമയത്തെ നമുക്ക് ഉറപ്പായിരുന്നു. എന്താ ഞങ്ങൾ 15 വീട്ടുകാരെ കൊണ്ടുവന്ന് ഇടുന്നത് എന്താന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ജയിൽ പുള്ളികളെ പോലെയാണ്. വലിയൊരു കോമ്പൗണ്ടിനുള്ളിൽ മതിൽ കെട്ടി പുറത്തൊരാളും കാണരുതെന്ന് പറഞ്ഞിട്ടാണ്. ഇത് നിങ്ങൾ താഴെ നോക്കിയത് ഒരു ജയിലല്ല അല്ലേ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ജയിൽ പോലെ ഈ കോമ്പൗണ്ട് പുറത്തൊരു നല്ല വീടൊക്കെ വീടൊക്കെ നല്ല അതൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇങ്ങനെ ഒരു വലിയ നല്ല റോഡ് സൗകര്യം പിന്നെ ഈ മതിൽക്കെട്ടിനുള്ളിൽ ഞങ്ങൾ ആക്കിയത് അതൊക്കെ ശരിയാ. അതൊക്കെ ഞങ്ങൾ സംഭവിച്ചേക്കുന്നത്. പക്ഷെ ഒരു മറ്റേ ജയിലിന് തുല്യമായത്. ഇവർ പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഭിത്തി അപകടകരമായ നിലയിൽ ഇപ്പോഴും തുടരുന്നു. ഈ ദിവസം കഴിയുന്തോറും ഇത് അമർന്നു പോകുന്നു. ഇതിന്റെ മേൽഭാഗത്തുള്ള മണ്ണമരുന്നു. അതുപോലെ തന്നെ ഈ ഭിത്തി ഒരു മുൻഭാഗത്തേക്ക് തള്ളിപ്പോകുന്നുണ്ട്. ഈ വെയിറ്റ് കൊണ്ടോ മറ്റായിരിക്കാം അത് തള്ളിപ്പോകുന്നു. പക്ഷെ കമ്പിയും കോൺക്രീറ്റ് ഒക്കെ ഇട്ട് ചെയ്തതാണ് എന്നാണ് അവർ പറയുന്നത്. ഏതായാലും ഇതിൽ വിശദമായ സാങ്കേതികമായ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളുടെ പരിശോധന അനിവാര്യമാണ്. ആ പരിശോധനയായിരിക്കാം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക. എത്രയും വേഗം ഇവരുടെ ആശങ്ക തീർക്കണം എന്നാണ് ഇവർ പറയുന്നതിന്റെ ചുരുക്കം.